എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ്. ഈ സെൽഫ് മാനേജ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മളെ നന്നായി മാനേജ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് നമുക്ക് തൃപ്തികരമായ രൂപത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുക? നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളാവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാവട്ടെ, പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താ, നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്, ഞാൻ ഭയങ്കര ഓവർലോഡഡ് ആണ്, ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ആകെ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അവസ്ഥ അല്ലേ. അത് ചിലപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളത്ര ഹാപ്പി അല്ലാത്തൊരവസ്ഥയിലും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവസ്ഥയിലൊക്കെ വന്നെത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെ ഹാപ്പി ആക്കാനാണ് നമ്മൾ പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ മാനേജ് ചെയ്യുന്ന രീതി അങ്ങ് മാറിപ്പോവും. അവിടെയാണ് ഈ സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്നതും. മാനേജ്മെൻറ്റ് ഗുരുവായിട്ടുള്ള പീറ്റർ ഡ്രക്കർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്ക് മാനേജിങ് വൺ സെൽഫ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ നോളജ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, അതായത് കുറച്ചും കൂടെ ഒരു നോളജ് ഡ്രിവൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർ തന്നെ ആയിരിക്കണം അവരുടെ സിഇഒമാരെന്ന്. അവരെ മാനേജ് ചെയ്യുന്നതിലൊരു സിഇഒ ആയി മാറാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ ലീഡേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രധാന സ്കില്ലായി മാറേണ്ട കാര്യമാണ് സെൽഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനുള്ള ചില സെൽഫ് മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ നമുക്കൊന്ന് പരിശീലിക്കേണ്ടതുണ്ട്. അതിലൊരു 5 കാര്യങ്ങളാണ് നമ്മളിന്ന് എടുത്തു പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ മാനേജ് ചെയ്യുന്ന രീതി കുറച്ചും കൂടെ ബെറ്ററാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം പങ്ക്ച്വാലിറ്റി തന്നെയാണ്. പങ്ക്ച്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു സ്കില്ലാണല്ലേ, ആ ഒരു കൃത്യനിഷ്ഠ എന്ന് പറയുന്ന കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഹൈറാർക്കിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാവട്ടെ, നിങ്ങൾ ഇപ്പോൾ സ്ഥാപനം നടത്തുന്ന ആളോ മാനേജ് ചെയ്യുന്ന ആളുകളോ ആരും തന്നെ ആയിക്കോട്ടെ, നമ്മുടെ സമയം മികച്ച രൂപത്തിലാണ് പ്ലാൻ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് മാനേജ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് തന്നെയാണ്. ഇപ്പോൾ സെൽഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവാണ് പങ്ക്ച്വാലിറ്റി. നിങ്ങൾക്കിത് വെരിഫൈ ചെയ്യാൻ നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അഡാപ്റ്റബിലിറ്റിയാണ്. അഡാപ്റ്റബിലിറ്റി, സാഹചര്യങ്ങളുമായിട്ട് ഇഴുകി ചേരാനുള്ള കഴിവ്. പ്രത്യേകിച്ച് ഇന്ന് വൂക്ക വേൾഡ് എന്നാണ് പറയണത്. ഭയങ്കര വോളറ്റൈലായിട്ടുള്ള, അൺസർട്ടൻ ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, ആംബിഗ്യസ് ആയിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല കാരണങ്ങളാൽ, ടെക്നോളജി ആവാം അതിനുള്ള കാരണം, പല രീതികളിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാനിങ്ങനെയാണ്, ഞാനിങ്ങനെ ആയിരുന്നു, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അത്ര നല്ലതല്ല. പകരം എനിക്കും മാറാൻ കഴിയും, ഞാൻ ശ്രമിക്കും, ഞാൻ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നത് ഏത് വ്യക്തിയുടെയും സെൽഫ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അത് പ്രൊഫഷണൽ രൂപത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതായത് ജോലി ചെയ്യുന്ന കാര്യത്തിലോ ബിസിനസ് ചെയ്യുന്ന രീതിയിലോ ഒക്കെ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയിലൊന്നാണ്. ഇതാണ് അഡാപ്റ്റബിലിറ്റി. മൂന്നാമത്തെ കാര്യം സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ, ഈ സമ്മർദ്ദങ്ങളെ മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം ഒരു തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. സ്ട്രെസ് എന്ന് പറയുന്നത് ഉണ്ട്, നമുക്കത് അംഗീകരിക്കുക. ആ സ്ട്രെസ്സ് തിരിച്ചറിയുക എന്നുള്ളതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ഒരു ലീഡർ എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ട് നിൽക്കുന്ന ആളുകളെ കൂടെ ട്രെയിൻ ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഇങ്ങനെ സ്ട്രെസ്സ് മികച്ച രൂപത്തിൽ മാനേജ് ചെയ്യാം. ജോലിയല്ലേ, പ്രഷർ ഉണ്ടാവും, വിചാരിച്ച പോലെ കാര്യങ്ങൾ സമയബന്ധിതമായി നടക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഇവിടേക്ക് എന്ത് വേണം, ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണനാ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് ഈ സ്ട്രെസ്സിലേക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. പ്രോ ആക്റ്റീവ് ആവേണ്ടി വരും. ചില കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അതെനിക്ക് നാളെ സ്ട്രെസ് ഉണ്ടാക്കുന്ന എന്നുള്ള തിരിച്ചറിവിൽ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി, അതും സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ കാര്യം സെൽഫ് അവെയർനെസ്സാണ്. സെൽഫ് മാനേജ്മെൻറ്റിലെ അടുത്ത ഏരിയയാണ് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ്സും സെൽഫ് മാനേജ്മെൻറ്റും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മുടെ സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെ പറ്റിയും അവെയറായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണോ അതിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനും വീക്കായിട്ടുള്ള ഏരിയകൾ പതിയെ റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. മാത്രമല്ല എക്സ്റ്റേണൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ പറ്റിയൊക്കെ നമ്മൾ അവെയറായിരിക്കും. അതായത് നമ്മുടെ പുറത്തും നമ്മുടെ അകത്തും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ബോധ്യമുണ്ടാവുകയും
നമുക്ക് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട്, ബോധപൂർവം ചില പരിശ്രമങ്ങൾ നടത്താനും സാധിക്കും. ഇത് നമ്മുടെ മാനേജ്മെൻറ്റിൽ, സെൽഫ് മാനേജ്മെൻറ്റിൽ ഇന്നലത്തേക്കാൾ മികച്ച ഒരു ഞാനായി നാളെ അല്ലെങ്കിൽ ഇന്ന് മാറാൻ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയും കൂടെയാണ് ഈ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം റിലയബിലിറ്റിയാണ്. പ്രത്യേകിച്ച് ഏത് ലീഡർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി, അതൊരു ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കഴിവായി മാറേണ്ട കാര്യമാണ് വിശ്വാസ്യത. ഏത് കമ്പനിയും തൊഴിലാളികളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് വിശ്വസ്തരായ ആളുകൾ എന്നുള്ളത്. ചിലപ്പോൾ നല്ല പ്രവർത്തനമൊക്കെ കാഴ്ചവെക്കണം, വിശ്വാസത അല്പം നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഞാൻ എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നൊരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള ആ ഒരു കാര്യവും കൂടെ എപ്പോഴും ഓർമ്മയിലുണ്ടാവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിന്ന് പറഞ്ഞ ഈ സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഇയർ പ്രോസസ്സാണ്. ഒരുപാട് വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് ചിലപ്പോൾ പലർക്കും പല കാര്യങ്ങളിലും നേടിയെടുക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു മാനേജറോ ഒരു ലീഡറോ ആണെങ്കിൽ ആദ്യം ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ സെൽഫ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, ജോലിയുടെ പ്രൊഡക്ടിവിറ്റിയും ഈ സെൽഫ് മാനേജ്മെൻറ്റും തമ്മിൽ നിങ്ങളെങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നു. കാരണം 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്: പങ്ക്ച്വാലിറ്റി, അഡാപ്റ്റബിലിറ്റി, സ്ട്രെസ് മാനേജ്മെൻറ്റ്, സെൽഫ് അവെയർനെസ് ആൻഡ് റിലയബിലിറ്റി. ഈ കാര്യങ്ങളൊക്കെ മികച്ച രൂപത്തിൽ കൊണ്ടുപോകുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സത്യത്തിലുണ്ടോ എന്നറിയില്ല. സെൽഫ് മാനേജ്മെൻറ്റാണ് ശരിക്കും ഉള്ളത്. ഇതിൻ്റെ ഭാഗമാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത്. ഇത് ഭംഗിയായി ചെയ്താൽ ഉറപ്പായിട്ടും ജോലി ചെയ്യാവട്ടെ, ബിസിനസ് ചെയ്യാവട്ടെ, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഗ്രോത്തിന് വഴി തെളിയിക്കുന്ന സെൽഫ് മാനേജ്മെൻറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.